ആദ്യം നമുക്ക് ചേനയും പച്ചക്കയും വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയുടെ പകുതിയാണ് അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ ജീരകവും 2 പച്ചമുളകും ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേനയും പച്ചക്കയും വെന്തോന്ന് നോക്കാം. എനിക്ക് കിട്ടിയ ചേന വേവ് കുറവായതുകൊണ്ടാണ് ഞാൻ ചേനയും പച്ചക്കയും കൂടി ഒരുമിച്ച് വേവിക്കാൻ വെച്ചത്. കുക്കറിൽ 1 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷർ മൊത്തം കളഞ്ഞാണ് എടുത്തത്. ചേനയും പച്ചക്കയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പും ചേനയും പച്ചക്കയും കടലയും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ ബാക്കിയുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് കറിയിൽ ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യയിലെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.